ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി.കെ. കൃഷ്ണദാസ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പി.കെ. കൃഷ്ണദാസ്, CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് നിർണായകമായ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ തൃശൂർ ജില്ലാ കമ്മിറ്റി CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മാത്രമാണ് മരവിപ്പിച്ചത്. ഇതെന്നൊരു കാര്യം വ്യക്തമാക്കുന്നത് ഇപ്പൊ തൃശൂർ CPMന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് 5 കോടി മുതൽ 10 കോടി രൂപ വിഡ്രോ പിൻവലിച്ചിട്ടുണ്ട്. മാത്രം അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെലവഴിച്ചത്, മാത്രമല്ല ഏത് സോഴ്സിൽ നിന്നാണ് കേൾക്കാമോ ഏത് സോഴ്സിൽ നിന്നാണ് ഈ പണം ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നിലവിലെ നിയമപ്രകാരം നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം. നമുക്ക് കിട്ടുന്ന പണവും ചെലവഴിക്കുന്ന പണത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എല്ലാ വർഷവും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കേണ്ടതാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷനെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്രയും വലിയ പൈസ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ വന്നത്. പിന്നെ ചെലവഴിച്ചതിനെ കുറിച്ച് യാതൊരു വിശദാംശങ്ങളും ഇല്ല. മാത്രമല്ല വലിയ ഗുരുതരമായ മറ്റൊരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളെ കുറിച്ച്, തീവട്ടിക്കൊള്ളയെ കുറിച്ച് അന്വേഷിക്കുന്ന ED മറ്റൊന്നുകൂടി കണ്ടെത്തിയ മാർക്സിസ്റ്റ് പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച് അജ്ഞാതമാണ്. അതിന്റെ പണം എവിടെ നിന്ന് വരുന്നു, എവിടെ പോകുന്നു, ഇതൊക്കെ വലിയ ഒരു അധോലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഈ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ഈന്തപ്പഴക്കടത്തും മാത്രമല്ല, ബാങ്കുകളിലെ തീവട്ടിക്കൊള്ളയും അതുമാത്രമല്ല ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന ചില നടപടികളും CPMന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ എന്നാണ് ഇപ്പം സംശയം ഉയർന്നു വന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പം CPMന്റെ പ്രകടന പത്രിക വന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്ന നിയമം റദ്ദു ചെയ്യുമെന്നാണ്, EDയുടെ അധികാരം കുറക്കുമെന്നാണ്. ഇതൊക്കെ തങ്ങൾ നടത്തുന്ന അധോലോക പ്രവർത്തനങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലെ തന്നെ CPM കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കരുവന്നൂർ സഹകരണ കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പണം, കോടിക്കണക്കിന് പണം രഹസ്യ അക്കൗണ്ടുകളിലൂടെ CPM സുരുക്കൂട്ടിയിട്ടുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പണത്തിന്റെ സോഴ്സ് അത് എവിടെ നിന്ന് വരുന്നു, ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്, അത്തരത്തിലുള്ളൊരു ദുരൂഹത മറനീക്കി പുറത്തു വരുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇനിയുള്ള അന്വേഷണ ഘട്ടം പോവുക, അല്ലേ? അതെ, ഇതൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇനി പുതിയ പല ഞാൻ മനസ്സിലാക്കുന്നത് പലതും പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനധികൃത സ്വത്ത് സമ്പാദ്യവും പണസമ്പാദനവും അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ കേരളം അറിയാൻ വേണ്ടി പോകുന്നതേയുള്ളൂ. ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാവി ഇരുളടഞ്ഞതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പി.കെ. കൃഷ്ണദാസ്, ഇവിടെ താങ്കൾ പറഞ്ഞു ഈ M. വർഗീസിന്റെ മറുപടി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. യാതൊരു തരത്തിലും ഭയക്കേണ്ട ആവശ്യം CPMന് ഇല്ല എന്ന്. പക്ഷേ CPM അത്രത്തോളം ഭയപ്പാടിലാണ്. AC മൊയ്തീനിലേക്ക്, PK ബിജുവിലേക്കും M. വർഗീസിലേക്കും കാര്യങ്ങൾ ഒതുങ്ങില്ല. സംസ്ഥാന നേതൃത്വത്തിലെ ഉന്നതരിലേക്ക് വരെ കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിരോധം തീർക്കാനുള്ള ഒരു തത്രപ്പാടിൽ CPM നേതൃത്വം ഇപ്പോൾ ഉള്ളതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം അറിയുന്നവർക്കറിയാം. കേവലം ജില്ലാ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരോ മാത്രം അറിഞ്ഞുകൊണ്ട് ഈ കള്ളപ്പണം സ്വരൂപിക്കുക, അതിന്റെ വിനിമയം, ഇതൊന്നും ഒരു ജില്ലാ നേതൃത്വം മാത്രം അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടും അനുമതിയോടും കൂടി മാത്രമേ ഈ ജില്ലാ സമിതിക്ക്, ജില്ലാ കമ്മിറ്റിക്ക് സമാന്തര അക്കൗണ്ട് തുടങ്ങാനും അതിൽ പണം നിക്ഷേപിക്കാനും അതിൽ ചെലവഴിക്കാനും സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും മൊയ്തീനിലും ബിജുവിലും വർഗീസിലും മാത്രം ഒതുങ്ങുന്നതല്ല ഈ അന്വേഷണം. ഇവിടെ ഏറ്റവും ഉന്നതങ്ങളിൽ ഈ അന്വേഷണം എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണോ പിൻപാണോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. ഓരോ പുതിയ സംഭവ വികാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇത് മാത്രമല്ല പലതും വെളിച്ചത്ത് വരാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും ഉപ്പ് തിന്നുന്നവർ എന്തായാലും വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ അത് സംശയമില്ല. വളരെയധികം നന്ദി ശ്രീ പി.കെ. കൃഷ്ണദാസ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.